ഈ ശബരിമല തീർത്ഥാടനത്തിൽ ഇടപെടാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയുള്ള കമ്മീഷന്റെ നടപടി. അതുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതാണ്. ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ വൻ ഭക്തജന തിരക്ക് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി നേരിടുന്നത്. കാരണം പതിവിലും കൂടുതൽ സമയം ദർശനത്തിന് സമയം നൽകേണ്ടി വന്നിട്ട് പോലും ഒരു വലിയ തിരക്കാണ്, ഇതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു തിരക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അടക്കം അവിടെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും ഉള്ള അനുവാദമില്ല എന്നടക്കമുള്ള വിവരങ്ങളാണല്ലോ വരുന്നത്. ആര്യ, ശബരിമല തീർത്ഥാടനത്തിൽ പതിവ് പോലെ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി തേടിയപ്പോൾ അനുമതി നിഷേധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേവസ്വം മന്ത്രി VN വാസവന് ഉദ്യോഗസ്ഥ യോഗം വിളിക്കാനുള്ള അനുമതി നിഷേധിച്ചത്. സാധാരണ ഈ തീർത്ഥാടന കാലത്തിന് തൊട്ടുമുമ്പ് ഉദ്യോഗസ്ഥ യോഗമുണ്ടാകും. ഏതൊക്കെ തരത്തിൽ തീർത്ഥാടനത്തിൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തണം, എങ്ങനെയാണ് ഭക്തജന തിരക്ക് നിയന്ത്രിക്കുക, കൂടുതൽ ഭക്തന്മാർ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംവിധാനം ഏർപ്പെടുത്തണം, ഈ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള യോഗം ഈ തവണ വിളിച്ചു ചേർക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേക അനുമതി തേടിയാണ് മന്ത്രി VN വാസവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ അപേക്ഷ നൽകിയത്. പക്ഷേ ഒരു തരത്തിലും ഇളവ് നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ സാധിച്ചില്ല. അതും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിന് തടസ്സമായെന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇളവ് നൽകുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാം, യോഗം വിളിക്കാൻ സാധിക്കില്ല, പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യത്തിന് നിർദ്ദേശം നൽകാം എന്നാണ് മന്ത്രിക്ക്. അങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. പക്ഷേ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇളവ് വേണം. കാരണം ഇത് പതിവ് പോലെ ഇങ്ങനെ തീർത്ഥാടന കാലത്ത് യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. മന്ത്രി അവിടെ കേന്ദ്രീകരിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ടാകും. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകുന്നതിന് നിയന്ത്രണമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താം. അതേസമയം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് അവർക്ക് ഒരുമിച്ചുള്ള നിർദ്ദേശം നൽകാനുള്ള അവസരം നൽകണമായിരുന്നു. അങ്ങനെ അവസരം നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ തീർത്ഥാടനത്തിന് തടസ്സമില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന വിലയിരുത്തലാണ് ദേവസ്വം വകുപ്പിനുള്ളത്. ഏതായാലും പതിവിന് വ്യത്യസ്തമായി വലിയ രീതിയിൽ തീർത്ഥാടകർ ഒഴുകിയെത്തി ശബരിമലയിലേക്ക്. അതാണ് ഇങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായത് എന്ന വിലയിരുത്തലിലേക്ക് ദേവസ്വം എത്തുന്നു. ഏതായാലും ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ഭരണസമിതി അവിടെ കേന്ദ്രീകരിച്ച് ആവശ്യമായ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുള്ളത്. ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് ഇടപെടാനുള്ള അനുവാദമുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അനുവാദം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ ഇടപെടാൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പാടില്ല, ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കാനും പാടില്ല എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറയുന്നത്. ആ പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു നിർദ്ദേശം നൽകിയത്. മന്ത്രി നേരത്തെ നൽകിയ അപേക്ഷ അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. ആര്യ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞ് മന്ത്രിക്ക് യോഗം വിളിക്കാനാവില്ല, ചട്ടപ്രകാരമാണ് ഈ അനുമതി നിഷേധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ മന്ത്രിക്ക് ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിലാണ് വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പ്രവീൺ പുരുഷോത്തമനിലേക്ക് വീണ്ടും പോകാം. പ്രവീണിലേക്ക് വീണ്ടും എത്തുന്നതിന്